പത്തനംമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ നയന തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തന്റെ അമ്മായിയമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ആശുപത്രിയിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം അമ്മയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികമാണ്. അതിൽ പ്രധാനപ്പെട്ടത് തന്നോടുള്ള സമീപനത്തിലെ വ്യതിയാനമാണ്. ഒരുപക്ഷെ ഇത്രയും കാലം വളരെ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് താൻ ഈ വീട്ടിൽ ജീവിച്ചത് എന്ന് തന്റെ അമ്മായിയമ്മയ്ക്ക് ഒരുപക്ഷെ തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം എന്നോടിങ്ങനെ സ്നേഹം കാണിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ അല്പമെങ്കിലും വിരോധം എന്നോടുണ്ടായിരുന്നുവെങ്കിൽ ഓഫീസിൽ വെച്ച് ആ നെക്ലസ് മാറ്റിയ സംഭവം അമ്മ തന്നോട് മുൻകൂട്ടി അറിയിക്കില്ലായിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ദുരഭിമാനം കൊണ്ടാവാം, അല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും അമ്മയുടെ മനസ്സിൽ പദ്ധതികളുണ്ടാവാം. അതുകൊണ്ട് തന്നെയാവും അമ്മ എപ്പോഴും എന്നോട് ഗൗരവവും വിരോധവും ഒക്കെ അഭിനയിക്കുന്നത്. എന്തായാലും അതൊന്ന് പരീക്ഷിക്കുക തന്നെ എന്നുള്ള ചിന്തയുമായി ഓഫീസിലേക്ക് പോകാതെ തലവേദനയും പനിയും ഒക്കെ അഭിനയിച്ച് നയന വീട്ടിൽ കിടക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി നയനയ്ക്കുള്ള ചുക്കുകാപ്പിയൊക്കെ തയ്യാറാക്കിക്കൊണ്ട് വരികയും തുടർന്ന് നയനയുടെ നെറ്റിയിൽ കൈവച്ച് ടെമ്പറേച്ചറൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ദേ നീ ഇങ്ങനെ കിടക്കാതെ പെട്ടെന്ന് ആദർശിനെ തിരികെ വിളിച്ചിട്ട് നിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ. ഇപ്പോഴത്തെ പനിയൊക്കെ ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ബുദ്ധിമുട്ടുണ്ടാവും. സുഖമില്ലായിരുന്നുവെങ്കിൽ രാവിലെ അവൻ പോകാൻ ഇറങ്ങിയപ്പോൾ നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നോ ഇന്ന് പോകണ്ട, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന്? അപ്പോൾ നയന പറയുകയാണ്, അങ്ങനെ വലിയ പനിയൊന്നും ഇല്ലമ്മേ, ചെറിയൊരു തലവേദനയും അതിൻ്റെ ഒരു അസ്വസ്ഥതയും മാത്രമേ ഉള്ളൂ. അമ്മ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ ചുക്ക് കാപ്പി കുടിച്ചു കഴിയുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ ചുക്ക് കാപ്പിക്ക് തലവേദന മാറ്റാൻ കഴിയുമെന്നുള്ളത് ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. അസുഖം മാറണമെങ്കിലേ മരുന്ന് കഴിക്കണം. ദേവയാനി നയനയുടെ മുഖത്തേക്ക് നോക്കാതെ ഗൗരവത്തോടെ ഇത് സംസാരിക്കുമ്പോൾ നയന വല്ലാത്തൊരു ചിരിയോടുകൂടി ദേവയാനിയെ തന്നെ നോക്കി അങ്ങനെ കിടക്കുകയാണ്. തുടർന്ന് കാണുന്നത് വൈകിട്ട് ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയ ആദർശ് നയനയുടെ മുറിയിലേക്ക് വലിയൊരു ആകാംക്ഷയോടുകൂടിയാണ് ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, നയനെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? തലവേദനയും പനിയും ഒക്കെ മാറിയിട്ടുണ്ടോ? അതൊക്കെ മാറി ആദർശേട്ടാ. ആദർശേട്ടൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് തന്നു. ആ ചുക്ക് കാപ്പി കുടിച്ചപ്പോഴേക്കും എൻ്റെ എല്ലാ വേദനയും പമ്പ കടന്നു. ആഹാ, അത് കൊള്ളാലോ, അമ്മ നിനക്ക് കാപ്പി ഇട്ട് തന്നോ? സത്യത്തിൽ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെ ആദർശേട്ടാ, വിശ്വസിക്കണം, അമ്മ എനിക്ക് കാപ്പി ഇട്ടുകൊണ്ട് തന്നു. പിന്നെ അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്തു പറ്റി? അതെ ആദർശേട്ടാ, അന്ന് ഞാൻ ഡിസൈൻ ചെയ്ത ആ നെക്ലസ് ആദർശേട്ടൻ്റെ ബാഗിൽ നിന്നും ആരോ എടുത്ത് എൻ്റെ ബാഗിലേക്ക് മാറ്റി വെച്ചില്ലേ? അന്ന് ഏതോ ഒരു നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണല്ലോ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ആ നമ്പർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു അന്നു മുതൽ ഞാൻ. ഇപ്പോൾ ആ ആളിനെ ഞാൻ കണ്ടെത്തി. അതാരാണ്? അതെ, അനന്തപുരിയിൽ തന്നെയുള്ള ഒരാളാണ്. അനന്തപുരിയിലുള്ള ആളോ? അങ്ങനെ ഒരാളാരാണ് അനന്തപുരിയിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയക്കാൻ? അതെ, അനന്തപുരിയിലെ എൻ്റെ അമ്മായിയമ്മ, ആദർശേട്ടൻ്റെ അമ്മ. അമ്മയോ? അമ്മയ്ക്ക് അങ്ങനെ ഒരു നമ്പർ ഇല്ലല്ലോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദർശേട്ടാ, ആ നമ്പർ അന്ന് തന്നെ ഞാൻ നന്ദുവിന് കൈമാറിയിരുന്നു. അവളുടെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെ കൊണ്ട് ഞാനതിൻ്റെ ID വെരിഫിക്കേഷൻ നടത്തി. അപ്പോൾ ദേവയാനി അനന്തപുരി എന്ന അഡ്രസ്സിൽ നിന്നാണ് ആ സിം കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് അവർക്ക് ലഭിച്ച വിവരം. ഇത്രയും കേട്ടപ്പോഴേക്കും ആദർശം നമ്പരക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും നയന പറയുകയാണ്, ആദർശേട്ടാ, എനിക്കിപ്പോൾ ബലമായൊരു സംശയമുണ്ട്. ഞാനാണ് ഇനി അമ്മയ്ക്ക് കരൾ നൽകിയത് എന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പെരുമാറില്ലല്ലോ. അമ്മ പുറമേ കാണിക്കുന്ന ഈ ഗൗരവമൊക്കെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നത് തന്നെയാണ്. എന്നോട് അമ്മയ്ക്ക് ഭയങ്കരമായ സ്നേഹമുണ്ട്. അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുകയും ഞാനിവിടെ ഇപ്പോൾ വയ്യാതെ കിടക്കുമ്പോൾ ചുക്കുകാപ്പി ഇട്ടുകൊണ്ട് എൻ്റെ അരികിലേക്ക് വരികയും ഒക്കെ ചെയ്തത്. തന്നെയുമല്ല, കുറച്ച് നാളുകളായി ഈ വീട്ടിൽ പലരും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നെ അതിനിടയിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുമുണ്ട്. അതൊക്കെ ആദർശേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇനി ഒരുപക്ഷെ ഞാനിവിടുന്ന് പിണങ്ങിപ്പോയാലോ, ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളാണ് അമ്മ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒന്നുമല്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഉടനെ ആദർശ് പറയുക, നയനെ, നീ പറഞ്ഞ കാര്യം സത്യം തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നിന്നോടുള്ള അമ്മയുടെ സമീപനത്തിന് ഈയിടെയായി കാര്യമായ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, കരൾ കൊടുത്തത് നീയാണ് എന്ന് ഏതെങ്കിലും രീതിയിൽ അമ്മ അറിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. നമ്മുടെയൊക്കെ മുൻപിൽ നിന്നും അമ്മയത് മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ കാണണം എന്നുള്ളതിനെക്കുറിച്ച് തന്നെയായിരുന്നു എപ്പോഴും അമ്മ സംസാരിക്കുക. പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നേയില്ല. എന്തായാലും നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തൽക്കാലം പുറമേ ഭാവിക്കുകയേ വേണ്ട. ഈ ഗൗരവമൊക്കെ ആയിട്ട് അമ്മ കുറേ നാൾ കൂടി ഇങ്ങനെ മുൻപോട്ട് നീങ്ങട്ടെ. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ നിന്നെ അംഗീകരിച്ചല്ലോ. ഈ വീട്ടിൽ ഇനി നമുക്ക് യാതൊന്നും പേടിക്കാനില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നിനക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ ഇവിടെ നടത്തിയാൽ തന്നെ അതിനെയൊക്കെ അമ്മയായിട്ട് തന്നെ ഇല്ലാതെയാക്കിക്കൊള്ളും. ചുരുക്കത്തിൽ മലയ്ക്ക് പോകുവാൻ മാലയിട്ടപ്പോൾ ഭഗവാനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതിയായി ഭഗവാൻ നിവർത്തിച്ചു തന്നു. ഇതിനൊക്കെ അയ്യപ്പസ്വാമിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തുടർന്ന് കാണുന്നത് നന്ദു ട്രെയിനിങ്ങിന് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ്.
ഇതിനിടയിൽ നയനയും നവ്യയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പായി അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം, അതിന് ചേച്ചിമാർ രണ്ടുപേരും കൂടി വരണം കേട്ടോ. പർച്ചേസിങ്ങിന് മിടുക്കിയാണ് നവ്യേച്ചി, അതുകൊണ്ട് നവ്യേച്ചി പ്രത്യേകം വരണം. അപ്പോൾ നയന, അതിനെന്താ മോളെ, ഞങ്ങൾ വരാം, എപ്പോഴാണ് ഇറങ്ങേണ്ടതെന്ന് നീ പറഞ്ഞാൽ മാത്രം മതി. തുടർന്ന് നന്ദു വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. യാദൃശ്ചികമായി ഈ സമയത്ത് അനിയെ വഴിയിൽ വെച്ച് കാണുകയും ചെയ്യുന്നു. അനിയെ കണ്ടിട്ട് നന്ദു പറയുകയാണ്, ആ അനി, എനിക്ക് ട്രെയിനിങ്ങിന് പോകാനുള്ള സമയമായിട്ടുണ്ട്, ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇനിയിപ്പോൾ കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം കാണാനും പറ്റില്ല. ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അനി പറയുകയാണ്, എടോ നന്ദു, താൻ ആഗ്രഹിച്ച പ്രൊഫഷനിലേക്ക് തന്നെ തനിക്കൊരു വാതിൽ തുറന്നിരിക്കുകയാണ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് അതിയായ സന്തോഷമായി. എന്തായാലും ദൈവാനുഗ്രഹം തൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് സന്തോഷമായി പോയിട്ട് വാ. ഇവിടേക്ക് തന്നെ നന്ദുവിന് പോസ്റ്റിംഗ് കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇരുവരും കൂടിയുള്ള ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അനാമിക ആ വഴിക്ക് വരുന്നുണ്ട്. അനിയെയും നന്ദുവിനെയും വഴിയരികിൽ കണ്ടപ്പോഴേക്കും അനാമികയുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു. അനാമിക ഈ സമയത്ത് മനസ്സിൽ പറയുകയാണ്, കൊള്ളാം, അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അവനെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവൾക്ക് ഒരു നിമിഷം പോലും അവളുടെ കാമുകനെ കാണാതെ ഇരിപ്പുറക്കില്ല. അവനാണെങ്കിൽ അതിൻ്റെയും അപ്പുറം. എന്തായാലും ഇവർ തമ്മിലുള്ള ഈ പ്രണയം ഈ കാലത്തൊന്നും ഇനി അവസാനിക്കില്ല. ഞാൻ എന്തെല്ലാം ബഹളമുണ്ടാക്കിയാലും അവൻ അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കില്ല. തുടർന്ന് അനിയും നന്ദുവും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ തൻ്റെ മൊബൈൽ ഫോണിൽ എടുത്തതിന് ശേഷം ഇതിന് തക്കതായ മറുപടി ഇപ്പോൾ തന്നെ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് വിട്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ അനാമികയുടെ മനസ്സ് പറയുകയാണ്, അവൾക്കിപ്പോൾ അഹങ്കാരം കുറച്ചധികം കൂടിയിട്ടുണ്ട്. SI സെലക്ഷൻ കിട്ടിയിരിക്കുകയല്ലേ, എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവൾ പോലീസ് യൂണിഫോം ഇടാൻ പാടില്ല. അങ്ങനെ അവൾ പോലീസ് ആയാൽ പിന്നീട് കാര്യങ്ങളൊന്നും പിടിച്ചാൽ നിൽക്കില്ല. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളൊക്കെ അവൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. എനിക്കിട്ട് തന്നെ അവൾ പണി തരും. അതുകൊണ്ട് ഒരിക്കലും അവൾ ട്രെയിനിങ് സെൻറ്ററിൽ എത്താൻ പാടില്ല. അവളെ കൊടുക്കണം. അവൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ അവളെ ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക നേരെ തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ആരംഭത്തിൽ തന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്. അനാമികയുടെ സംസാരവും ചൊറിഞ്ഞു കയറിയുള്ള വർത്തമാനവും ഒക്കെ കേട്ടിട്ട് രേവതിയും വേണുവും കൂടി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അവൻ നിന്നെ തല്ലുകയോ മറ്റോ ചെയ്തോ? നീ എന്താണ് ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോയത്? എന്താ ഉണ്ടായെന്ന് വെച്ചാൽ തുറന്നങ്ങ് പറയും. ഉടനെ അനാമിക പറയുകയാണ്, എന്ത് പറയാനാണ്, പറഞ്ഞു പറഞ്ഞ് മടുത്ത കാര്യം തന്നെയാണ്. ഒരുത്തൻ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്. ഇടയ്ക്ക് ഞാൻ പുറത്തേക്കൊന്ന് പോയപ്പോൾ അവനും അവൻ്റെ കാമുകിയും കൂടി വഴിയരികിൽ നിന്നുകൊണ്ട് സല്ലപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മടുത്തു. ചില സമയത്ത് എവിടെയെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോയി ചത്താൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. എൻ്റെ അച്ഛ, എത്ര കാലം കൊണ്ടാണ് ഇങ്ങനെ തോറ്റു തുന്നം പാടിയൊരു ജീവിതവുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റുക? അതുകൊണ്ട് ഈ കാര്യത്തിൽ അത്യാവശ്യമായിട്ട് തീരുമാനമെടുത്തേ പറ്റൂ. ഇല്ല എങ്കിൽ എൻ്റെ മാത്രമല്ല നിങ്ങളുടെ കാര്യവും പ്രശ്നത്തിലാവും. അവൾ ട്രെയിനിങ്ങിന് പോകാൻ പോവുകയാണ്. യാത്ര പറയാനായിരിക്കും അവനെ വിളിച്ചു വരുത്തിയത്. അവളെങ്ങാനും ട്രെയിനിങ് പൂർത്തിയാക്കി ജോലിയിൽ കയറിയാൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം കഷ്ടത്തിലാവും. മുഴുവൻ പിടിക്കും അവൾ. അത്രമാത്രം അവൾക്ക് നമ്മളോട് വൈരാഗ്യമുണ്ട്. അവൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തതും പാലിൽ വിഷം കലർത്തിയതും സ്വർണം മോഷ്ടിച്ചതും അങ്ങനെ എണ്ണി എണ്ണി പറയാൻ അവളുടെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങളുണ്ടച്ചാ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കണം. ഈ ട്രെയിനിങ്ങിന് അവൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. അവളുടെ യാത്ര മുടക്കണം. അവളെ ഒതുക്കിയേ പറ്റൂ. അപ്പോൾ വേണു പറയുകയാണ്, മോളെ, അവൾ അവിടെ എത്താതിരിക്കാൻ നമുക്കൊരു കൊട്ടേഷൻ അങ്ങ് കൊടുത്താലോ? എൻ്റെ പൊന്നച്ച, പണ്ടൊരു കൊട്ടേഷൻ കൊടുത്തതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള തലതിരിഞ്ഞ ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് എന്തെങ്കിലും വഴികൾ വേറെ ഉണ്ടോ എന്ന് അച്ഛൻ ചിന്തിക്കും. അവൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്താൽ ആ കൊട്ടേഷൻ ടീമിനെ അടിച്ചൊതുക്കിയിട്ട് അവൾ തിരിച്ചു വരും. ഒടുവിൽ അതിനുള്ള മറുപടി കൂടി നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് അച്ഛൻ എന്തെങ്കിലും ചിന്തിക്കുക. ഉടനെ വേണു പറയുകയാണ്, എൻ്റെ മോളെ, വേറെ ഏതു വഴിയാണ് അവളെ തടയാൻ വേണ്ടി നമ്മുടെ മുൻപിലുള്ളത്? എൻ്റെ മനസ്സിൽ ഒന്നും തെളിഞ്ഞു വരുന്നില്ല. അച്ഛാ, അവളെ നമുക്ക് കൊടുക്കണം. അവളുടെ പേരിൽ ഒരു കേസ് കൊടുത്ത് അവളെ നമുക്ക് അകത്താക്കണം. ഈ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് അവൾ ലോക്കപ്പിലായിരിക്കണം. ഒരു കാരണവശാലും അവൾ ഇവിടെ എത്തുവാൻ പാടില്ല. എൻ്റെ മോളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കൊട്ടേഷൻ വല്ലതും കൊടുക്കാമെന്ന്. അല്ലാതെ അവൾ അവിടെ എത്താതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അച്ഛാ, വേറെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊള്ളാവുന്ന ആരെയെങ്കിലും പിടിക്കണം. കാശ് വാങ്ങുന്ന ഒത്തിരി ആൾക്കാർ അതിനകത്തുണ്ടാവും. അതിൽ നിന്നൊരുത്തനെ പൊക്കിയിട്ട് അയാളുടെ അണ്ണാക്കിൽ കുറച്ച് പൈസ തിരികെ കൊടുത്താൽ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. പൈസയുടെ കാര്യത്തിൽ അച്ഛൻ വിഷമിക്കുകയൊന്നും വേണ്ട, പൈസയൊക്കെ ഞാൻ തരാം. പക്ഷേ കാര്യങ്ങൾ കൃത്യമായി നടക്കണം. മോളെ, അങ്ങനെ വെറുതെ പോലീസുകാർക്ക് ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ട് ഒരാളെ പിടിച്ച് ജയിലിലിടാൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? അവളെ അറസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവേണ്ടേ? ഏതെങ്കിലും ഒരു കേസിൻ്റെ പേരിലല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? അങ്ങനെ അവളെ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ലാത്ത പല കേസുകളും അതിനോടുള്ള ബന്ധത്തിൽ അവളുടെ തലയിൽ കെട്ടിവെച്ച് പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിൽ അവളെ ഒതുക്കാൻ പറയാം. പക്ഷേ എന്തു പറഞ്ഞ് നമ്മൾ അവളെ പോലീസിൽ പിടിപ്പിക്കും? അച്ഛാ, അതിന് വഴിയുണ്ട്. എൻ്റെ ഭർത്താവും അവളും തമ്മിൽ അവിഹിതമാണ് എന്ന് തന്നെ പറഞ്ഞ് കേസ് കൊടുക്കാം. അവരുടെ അവിഹിതം ഞാൻ പിടിച്ചതുകൊണ്ട്
ആ പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ നിരന്തരമായിട്ട് ഗാർഹിക പീഡനം നടത്തുകയാണ് എന്ന് പറഞ്ഞ് അനിയുടെ പേരിൽ കൂടി കേസ് കൊടുക്കാം. അവനെയും ചിലപ്പോൾ പോലീസ് പിടിച്ചേക്കും. പക്ഷേ അവൻ അതിൽ നിന്നൊക്കെ ഊരി പുറത്തു വന്നോളും. എന്നാൽ അവൾ അകത്ത് കിടക്കും. നമുക്കത് മതി. ഇത്രയും കേട്ടപ്പോൾ വേണു പറയുകയാണ്, മോളെ അതൊരു ഉഗ്രൻ ഐഡിയയാണ് കേട്ടോ. അവിഹിതം എന്നൊക്കെ അങ്ങോട്ട് അടിച്ചിറക്കി കഴിഞ്ഞാൽ വാർത്ത നാട് മുഴുവൻ അങ്ങ് പരക്കും. അവൾ അകത്തും കിടക്കും. അതോടുകൂടി ഈ കിട്ടാൻ പോകുന്ന ജോലി കൂടി തെറിക്കും. തുടർന്ന് വേണുവിൻ്റെ കയ്യിൽ കുറച്ച് പണമൊക്കെ നൽകിയിട്ട് അനാമിക മടങ്ങി പോവുകയാണ്. ചുരുങ്ങിയ നിമിഷം കൊണ്ട് തന്നെ വേണു അനാമിക പറഞ്ഞതുപോലെ ഒരു പോലീസുകാരനെ കണ്ട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അയാൾക്ക് കുറച്ച് കാശ് കൊടുത്ത് അയാളെ വശത്താക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വേണു നന്ദുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛൻ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് തന്നെ അവളെ പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയ്ക്ക് അതിയായ സന്തോഷമാവുകയാണ്. അനാമിക പറയുക, അച്ഛാ അവളെ നന്നായിട്ടൊന്ന് പെരുമാറിയിട്ട് കുറച്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ അച്ഛൻ ആ പോലീസുകാരനെ കൊണ്ട് ചെയ്യിക്കണം. പൈസയുടെ കൂടുതൽ ആവശ്യം എന്തെങ്കിലും വന്നാൽ അച്ഛൻ എന്നെ വിളിച്ചാൽ മതി, ഞാൻ തന്നോളാം. ശരി മോളെ എന്ന് പറഞ്ഞ് വേണു ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് കാണുന്നത് നയനയും നന്ദുവും നവ്യയും കൂടി ഷോപ്പിംഗ് ഒക്കെ പൂർത്തിയാക്കി ഒരു കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് ഒരു പോലീസ് ജീപ്പ് അവരുടെ അരികിൽ വന്ന് നിൽക്കുകയും അതിൽ നിന്നും ഒരു പോലീസുകാരൻ ഇറങ്ങി നിങ്ങളുടെ പേര് നന്ദിത എന്നാണോ എന്ന് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. നന്ദു പറയുന്നത്, അതെ. എന്തു പറ്റി സാർ? അതെ, നിങ്ങൾക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത്രയും കേട്ടപ്പോഴേക്കും നന്ദുവും നവ്യയും നയനയും ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് നയന ചോദിക്കുന്നത്, എന്തിനാണ് സാർ അവളെ അറസ്റ്റ് ചെയ്യുന്നത്? ആരാണ് അവൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്? എന്താണ് പ്രശ്നം? വെറുതെ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്യില്ല. അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. തൽക്കാലം കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, വണ്ടിയിലോട്ട് അങ്ങോട്ട് കയറാൻ നോക്ക്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ്, സാറേ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ പേരിൽ എന്ത് പരാതിയാണുള്ളത്? ഇത് പറയാതെ എന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓ അത് ശരി, കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടേ കൊച്ചമ്മ വരൂ അല്ലേ? അതെ സാറേ, കാര്യങ്ങൾ അറിയാതെ എനിക്ക് വരാൻ പറ്റില്ല. ഉടനെ നയന പറയുകയാണ്, സാർ അവൾ SI സെലക്ഷൻ ലഭിച്ചൊരു കുട്ടിയാണ്. ട്രെയിനിങ്ങിന് പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുള്ള പർച്ചേസിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയതാണ്. അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവളെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ പിറകിന് വന്നാൽ മതി. അവിടെ എത്തുമ്പോൾ എല്ലാം ബോധ്യപ്പെടുത്തി തരാം. തൽക്കാലം ഞങ്ങൾ ഇവളെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കയറടി എന്ന് പറഞ്ഞ് നന്ദുവിനെ വലിച്ച് ജീപ്പിലേക്ക് കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടുപോവുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത നവ്യയും നയനയും കൂടി പെരുവഴിയിൽ അമ്പരന്ന് നിൽക്കുന്നു. നന്ദുവിനെയും കൊണ്ടുള്ള ജീപ്പ് അവരുടെ കണ്ണിന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ നയന പെട്ടെന്ന് നവ്യയോട് പറയുന്നുണ്ട്, ചേച്ചി തൽക്കാലം ഞാൻ ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടാക്കാം. എന്നിട്ട് ആദർശേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയാം. ആദർശേട്ടനുമായി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം നന്ദുവിനെ കാണാൻ വേണ്ടി. ഇത് പറഞ്ഞിട്ട് വേഗം നയന നവ്യയുമായി അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അനന്തപുരിയിലെത്തിയതിനു ശേഷം നയനെ ആദർശിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദർശേട്ടാ, നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പലയാവർത്തി ചോദിച്ചിട്ടും ആ പോലീസുകാരൻ പറഞ്ഞില്ല. അവൾക്ക് നാളെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. അതിന് പോകുവാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പർച്ചേസിന് വേണ്ടി ഒരു ഷോപ്പിലേക്ക് പോയതാണ്. അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് കാരണം എന്തെന്ന് പറയാതെ അവളെ വലിച്ചിഴച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയത്. ആദർശ് നയനയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ജലജ അവിടെ നിന്നത് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ജലജ മുൻപോട്ട് വന്നിട്ട് പറയുകയാണ്, ഒരു പെങ്കൊച്ചിനെ പട്ടാപ്പകൽ പോലീസ് പെരുവഴിയിൽ വെച്ച് ബലമായി പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കാണും. അവൾ എന്തെങ്കിലും ഉടായ്പകൾ കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കാലമല്ലേ, പിള്ളേരൊക്കെ തെരുവിൽ അഴിഞ്ഞാടി നടക്കുകയാണ് കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട്. അതുപോലെ എന്തെങ്കിലും തോന്നിവാസം അവളും കാണിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും മയക്കുമരുന്ന് കേസിലായിരിക്കും അവളെ പിടിച്ചിട്ടുണ്ടാവുക. അങ്ങ് ചെല്ല്, അപ്പോഴറിയാം കാര്യങ്ങളൊക്കെ. ഇത്രയും കേട്ടപ്പോഴേക്കും നവ്യ ജലജയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ദേ, നിങ്ങൾ അനാവശ്യം പറയരുത്. നിങ്ങളുടെ നാക്ക് ചിലപ്പോൾ ഞാൻ പിഴുതെറിഞ്ഞെന്ന് വരും. മനുഷ്യനിവിടെ ആദി കയറി നിൽക്കുമ്പോഴാണ് അവരുടെ ഒരുമാതിരി വൃത്തികെട്ട വർത്തമാനം. നവ്യയുടെ എടുത്തടിച്ചുള്ള സംസാരം കേട്ടപ്പോഴേക്കും ജലജ പെട്ടെന്നൊന്ന് നടുങ്ങുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് നയനയോട് ആദർശ് പറയുകയാണ്, നയനെ നീ പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറിക്കേ, നമുക്ക് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ തന്നെ പോകാം. ഇത് പറഞ്ഞ് ആദർശ് നയനയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ദേവയാനി അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ആ കുട്ടി എന്തിനാണ് ഈ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടത്? അടുത്ത ദിവസം അവൾ ട്രെയിനിങ്ങിന് പോവുകയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൻ്റെ പിൻപിൽ എന്തെങ്കിലും ചതിവുണ്ടായിരിക്കും. ഇനിയൊരു പക്ഷേ അവളായിരിക്കുമോ അനാമിക? കാരണം നന്ദുവിനെതിരെ പകവെച്ചുകൊണ്ട് നടക്കുന്നത് അവൾ തന്നെയാണല്ലോ. ദേവയാനി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അനാമിക ആദർശിന്റെയും നയനയുടെയും സംസാരവും ഇരുവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതുമൊക്കെ കണ്ടിട്ട് വേഗത്തിൽ ഫോൺ എടുത്ത് അച്ഛനെ സന്തോഷത്തോടെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, കാര്യങ്ങളെല്ലാം സക്സസ് ആയി നടന്നു കഴിഞ്ഞു. അവളെ പോലീസ് പൊക്കി. ഇപ്പോൾ അവളുടെ ചേച്ചി ആദർശിനെയും വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വേണു പറയുകയാണ്, അറിഞ്ഞു മോളെ, ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു. അപ്പോൾ തന്നെ പോലീസുകാരൻ എന്നെ വിളിച്ചിരുന്നു. അവൾ ഇനി ഉടനെങ്ങും പുറത്തിറങ്ങില്ല. അതിനുള്ള കെട്ട് കൃത്യമായിട്ട് അയാൾ കെട്ടിക്കോളും. ഞാൻ അതിനുള്ള പൈസ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്.
വേണുവിനോട് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് അനാമിക വലിയ സന്തോഷത്തോടെ ജലജയുടെ അടുത്തേക്ക് എന്നിട്ട് പറയുകയാണ്, അപ്പച്ചി, അവളുടെ ചാട്ടവും തുള്ളലുമെല്ലാം ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു. ഇനി കുറച്ച് നാളത്തേക്ക് അവൾ വെളിച്ചം കാണില്ല. ഇതോടുകൂടി അവളുടെ ട്രെയിനിങ്ങിന് പോക്കും കഴിഞ്ഞു. SI ആകാനുള്ള മോഹവും തീർന്നു. പെട്ടെന്ന് ജലജ ചോദിക്കുക, മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദർശും നയനയും കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. അത് നീ കണ്ടില്ലേ? അവളെ പുഷ്പം പോലെ അവർ പോയി ഇറക്കിക്കൊണ്ടുവരും. ഇല്ല പച്ചി, അങ്ങനെയൊന്നും അവളെ ആർക്കും ഇറക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവളുടെ പേരിലുള്ള കേസ് എന്തൊക്കെയാണെന്ന്. അവൾ പുറത്തിറങ്ങാത്ത രീതിയിലുള്ള കുരുക്കാണ് ഞാൻ കുരുക്കിയിരിക്കുന്നത്. ഈ സംസാരം അപ്പോൾ തന്നെ ദേവയാനി കേൾക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ഓഹോ, അപ്പോൾ നിങ്ങളായിരുന്നു ഇതിൻ്റെയൊക്കെ പിൻപിലല്ലേ? കുടുക്കിയതാണ് ആ കുട്ടിയെ. അവൾ പോലീസ് യൂണിഫോമിൽ പുറത്തു വന്നാൽ നിന്റെയൊക്കെ കഥ കഴിയും എന്നുള്ള ഭയം നന്നായിട്ടുള്ളത് കൊണ്ട് അവളെ അകത്താക്കുവാൻ വേണ്ടിയുള്ള കള്ളക്കേസുകളാണ് ഇതിൻ്റെ പിൻപിലുണ്ടാക്കിയത്. തുടർന്ന് ദേവയാനി മനസ്സിൽ പറയുകയാണ്, എന്തു വില കൊടുത്തിട്ടാണെങ്കിലും ഇതിനെ ഇപ്പോൾ തന്നെ തടഞ്ഞേ പറ്റൂ. ഇല്ല എങ്കിൽ നന്ദുവിന് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മാത്രവുമല്ല, നന്ദു ജയിലിലായാൽ നയനയ്ക്കത് സഹിക്കാൻ പറ്റില്ല. നയനയുടെ കണ്ണുനീര് എനിക്ക് കണ്ടു നിൽക്കാനും കഴിയില്ല. ഉടനെ തന്നെ ദേവയാനി ഫോൺ എടുത്തിട്ട് ഒരു വക്കീലിനെ വിളിക്കുകയാണ്. തുടർന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ദേവയാനി വേഗത്തിൽ വക്കീലിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്ന് പറഞ്ഞു വിടുകയാണ്. ഈ സമയത്ത് ആദർശും നയനയും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. തുടർന്ന് SIയുടെ മുറിയിലേക്ക് എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, സർ, നന്ദിത എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നല്ലോ. ഇത് അവളുടെ ചേച്ചിയാണ്. ഞാൻ ഇവളുടെ ഭർത്താവുമാണ്. സർ, എന്തിനാണ് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഓഹോ, അത് ശരി. പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ആളും എത്തിയല്ലേ? കാരണമൊക്കെ വിശദമായി പറയാനുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതിനുള്ള നേരമില്ല. ഒരു മീറ്റിംഗ് ഉണ്ട്. അത് വളരെ എമർജൻസിയാണ്. ഞാൻ പോലീസ് ക്ലബിലേക്ക് പോവുകയാണ്. നിങ്ങളിവിടെ ഇരിക്കും. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ തിരികെ എത്തും. അന്നേരം വിശദമായി പറഞ്ഞുതരാം എന്തൊക്കെ കേസാണുള്ളതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, സാറേ, വിശദമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്കിൽ സാറിന് പറയാവുന്നതല്ലേ ഉള്ളൂ ആ കുട്ടിയെ എന്തിനാണ് ഇവിടെ പിടിച്ചുകൊണ്ടുവന്നതെന്ന്. അതിനിപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ MD ആണ് ആദർശ്. അനന്തപുരി തറവാട്ടിലെ മൂർത്തി സാറിന്റെ കൊച്ചുമകനാണ്. ഓ, അത് ശരി. അനന്തപുരിയിലെ മൂർത്തി സാറിന്റെ കൊച്ചുമോനാണ് എന്ന് കേട്ടാൽ ഞാൻ അങ്ങ് ഞെട്ടുമെന്ന് കരുതിയോ? ആ കാലമൊക്കെ കഴിഞ്ഞു. തൽക്കാലം സാർ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് SI പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ആദർശ് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ നന്ദു വളരെ ദയനീയമായി ആദർശിനെ ലോക്കപ്പിൽ കിടന്നുകൊണ്ട് നോക്കുന്ന കാഴ്ചയും അപ്പോൾ കാണുന്നുണ്ട്. തുടർന്ന് SI പുറത്തേക്ക് ഇറങ്ങുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ മറ്റൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ആ വണ്ടിയിൽ നിന്നും ദേവയാനി ഏർപ്പാടാക്കിയ വക്കീലാണ് ഇറങ്ങി വരുന്നത്. വക്കീൽ SIയോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന നന്ദിത എന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അതിന്റെ ജാമ്യാപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറേ, എന്ത് കാരണത്താലാണ് ആ കുട്ടിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഉടനെ SI പറയുകയാണ്, അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവളും ആ പെൺകുട്ടിയുടെ ഭർത്താവും തമ്മിൽ അവിഹിത ബന്ധത്തിലാണ്. അതിനെക്കുറിച്ച് ഭാര്യ ഭർത്താവിനെ ചോദ്യം ചെയ്ത കാരണത്താൽ ഭർത്താവ് നിരന്തരമായി ഗാർഹിക പീഡനം ഭാര്യയ്ക്കെതിരായി നടത്തുകയാണ്. ഒടുവിൽ ആ പെങ്കൊച്ചു സഹിച്ചു മടുത്തു പറ്റാതെ ആയപ്പോൾ കേസുമായിട്ട് വന്നതാണ്. ഉടനെ വക്കീൽ ചോദിക്കുകയാണ്, സാറേ, ഗാർഹിക പീഡനത്തിന് ഒരു സ്ത്രീ കേസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഭർത്താവിനെയല്ലേ? തുടർന്ന് ആ കേസിന്റെ മേലുള്ള ആരോപണങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷമല്ലേ അയാളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്യേണ്ടത്? ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ സത്യമാണെന്ന് സാറിന് ബോധ്യപ്പെട്ടിട്ടാണോ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്? ഈ പരാതി നൽകിയ വ്യക്തിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളോ രേഖകളോ ഉണ്ടോ? അതെന്തെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ? പെട്ടെന്നുള്ള വക്കീലിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ SI ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും വക്കീൽ പറയുകയാണ്, ആ കുട്ടിക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷയാണിത്. ഇതങ്ങോട്ട് വാങ്ങിയിട്ട് അവളെ ജാമ്യത്തിൽ വിട്ടേ പറ്റൂ. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ SI സാറേ? SI ടെസ്റ്റ് പാസ്സായിട്ട് നാളെ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ട ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ ഈ ലോക്കപ്പിൽ പിടിച്ചുകൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് സാർ ആ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നത് എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ എന്തിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്ന് പോലും പറയാതെ ഒരു പെൺകുട്ടിയെ പെരുവഴിയിൽ വെച്ച് വലിച്ചെടുത്ത് വണ്ടിയിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടതിന് ആദ്യം നിങ്ങളുടെ പേരിലല്ലേ കേസെടുക്കേണ്ടത്? നിങ്ങൾക്കൊന്നും നാണമില്ലേ സാറേ? മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം സർക്കാർ തരുന്നില്ലേ? പിന്നെ എന്തിനാണ് ഇത്തരം നാറിയ കളികൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത്? ആ കുട്ടിക്ക് ജാമ്യം നിഷേധിക്കുവാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സാറിന് പറയാം. ഇല്ലെങ്കിൽ ഇപ്പോൾ അവളെ ജാമ്യത്തിൽ വിടണം. ഇതെല്ലാം കേട്ടിട്ട് ജാമ്യാപേക്ഷയും വാങ്ങിക്കൊണ്ട് SI മൗനമായി അകത്തേക്ക് കയറിയിട്ട് ഒരു പോലീസുകാരനോട് പറയുകയാണ് നന്ദുവിനെ റിലീസ് ചെയ്യുവാൻ. നന്ദുവിനെ ലോക്കപ്പിൽ നിന്നും പുറത്തിറക്കിയ ഉടൻ തന്നെ വക്കീൽ തന്റെ കാറിൽ കയറി മടങ്ങിപ്പോയി. ആ സമയത്ത് SIയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, സാറേ, നിങ്ങൾക്ക് നാണമുണ്ടോ വല്ലവരുടെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് നിരപരാധികളായ വ്യക്തികളെയൊക്കെ ഇങ്ങനെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാൻ?
അല്ല, വക്കീൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് എന്നോട് കാണിച്ചതുള്ള ശൗര്യം എന്താണ് വക്കീലിനോട് കാണിക്കാതിരുന്നത്? എന്തിന്റെ പേരിലാണ് അവളെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായി ഞങ്ങൾ വന്ന് ചോദിച്ചിട്ട് ഒറ്റ വാക്കിൽ മറുപടി പറയാമായിരുന്ന സാർ 1 മണിക്കൂറിന് ശേഷം തിരിച്ചു വന്നിട്ട് പറയാമെന്നുള്ള ധാർഷ്ട്യമൊക്കെ കാണിക്കുന്നത് ശരിയാണോ സാറേ? ആദർശിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ SI അങ്ങനെ മൗനമായി നിൽക്കുകയാണ്. തുടർന്ന് ആദർശ് പറയുകയാണ്, വക്കീല് പറഞ്ഞതുപോലെ അനാവശ്യമായി കള്ളക്കേസിൽ കുടുക്കി ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയിൽ ഇപ്പോൾ വേണമെങ്കിൽ സാറിനെതിരെ എനിക്കൊരു കേസ് ഫയൽ ചെയ്യാൻ കഴിയും. പക്ഷേ അത് ചെയ്യാൻ ഞാൻ തയ്യാറാകാത്തത് എൻ്റെ മര്യാദ. ഇത് പറഞ്ഞിട്ട് വാ നന്ദു എന്ന് പറഞ്ഞ് ആദർശ് പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദർശിന്റെ പിന്നാലെ ഇറങ്ങുന്നതിന് മുൻപേ നന്ദു ആ SIയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ആദർശ് നയനയോട് ചോദിക്കുകയാണ്, അയ്യോ, ആ വക്കീൽ അങ്ങ് പോയല്ലോ നയനെ. എങ്കിലും ആരായിരിക്കും നന്ദുവിന് വേണ്ടി ഇത്ര പെട്ടെന്ന് വക്കീലിനെ ഏർപ്പാടാക്കിയത്? കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ കമ്പനി വക്കീലിനെ വിളിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വന്ന ഈ വക്കീൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും നമുക്ക് വേണ്ടി ആരുടെ കരമാണ് ഇങ്ങനെ ചലിക്കുന്നത്? ഇത് കേട്ടിട്ട് നയനെ ആദർശനോട് പറയുകയാണ്, അത് തന്നെയാണ് ആദർശേട്ടാ. അത് തന്നെയാ ഇതെന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആദർശേട്ടാ, കഴിഞ്ഞ ആഴ്ചയിൽ അറിയാത്തൊരു നമ്പറിൽ നിന്നും എനിക്കൊരു മെസ്സേജ് വന്നില്ലേ? ആ ആള് തന്നെയാണ് ഇതിൻ്റെ പിൻപിലും. ആദർശേട്ടന് സംശയമുണ്ടോ? ഉടനെ ആദർശ്, ശരിയാണ്, അമ്മ തന്നെയാണ് ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചത്, അല്ലാതെ മറ്റാരും ആവാൻ വഴിയില്ല. തുടർന്ന് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് ആദർശും നയനയും കൂടി അനന്തപുരിയിലേക്ക് എത്തുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോയതിനേക്കാൾ വേഗത്തിൽ മടങ്ങിയെത്തിയ നന്ദുവിനെ കണ്ടുകൊണ്ട് നടുങ്ങി വിറച്ചമ്പരന്ന് നിൽക്കുകയാണ് അനാമിക. തുടർന്ന് എന്തായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്ന കാഴ്ചകൾ? വരുവാൻ പോകുന്ന ആ എപ്പിസോഡുകൾ ത്രില്ലടിപ്പിക്കുന്നതാണ്. അത് കാണുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് അടിക്കുകയും അപ്പോൾ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.